ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചതോടെ വിവിപാറ്റ് വിഷയം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. വോട്ടിംഗ് മെഷീനിൽ ഘടിപ്പിച്ചിട്ടുള്ള എല്ലാ വിവിപാറ്റുകളിലെയും വോട്ടിംഗ് പേപ്പർ റെസീറ്റുകൾ പരിശോധിക്കാനാകുമോ എന്ന് കോടതി കമ്മീഷനോട് ചോദിച്ചതാണ് ഈ വിഷയം വീണ്ടും ഉയർന്നു വന്നത്. വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം കാണിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ വോട്ടിംഗിന്റെ ഓരോ വിവിപാറ്റിലും പേപ്പർ റെസീറ്റുകൾ പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. വോട്ടെണ്ണലിനോടൊപ്പം എല്ലാ പേപ്പർ റെസീറ്റുകളും എണ്ണണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ മെച്ചപ്പെടുത്താൻ പ്രവർത്തിക്കുന്ന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സുപ്രീം കോടതിയിൽ പുതിയ ഹർജി സമർപ്പിച്ചിരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നിലവിൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ ഓരോ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും 5 വിവിപാറ്റുകൾ മാത്രമാണ് ക്രമരഹിതമായി പരിശോധിക്കുന്നത്. ഒരു സമയം ഒരു വിവിപാറ്റ് മാത്രമാണ് പരിശോധിക്കുക. വെരിഫിക്കേഷനായി ഒന്നിനു പുറകെ ഒന്നായി വിവിപാറ്റ് എടുക്കുന്നതിനാൽ ഓരോ പേപ്പർ റെസിസ്റ്റിന്റെയും വെരിഫിക്കേഷൻ സമയമെടുക്കുന്ന പ്രക്രിയയാണെന്ന് കമ്മീഷൻ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 2019 സമർപ്പിച്ച ഹർജി ഈ പ്രശ്നത്തിന്റെ പേരിലാണ് തള്ളിയത്. എന്നാൽ ഈ വിഷയം വീണ്ടും പുതിയ ഹർജിയോടെ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. വിവിപാറ്റ് ക്രമാനുഗതമായി പരിശോധിക്കുന്നത് വോട്ടെണ്ണൽ അനാവശ്യ കാലതാമസം ഉണ്ടാക്കുന്നു എന്ന വാദത്തിന് ഒരേ സമയം വിവിപാറ്റ് വെരിഫൈ ചെയ്യുകയും ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും വോട്ടെണ്ണലിന് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്താൽ 5 മുതൽ 7 മണിക്കൂറിനുള്ളിൽ വിവിപാറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കാനാകുമെന്നതാണ് ഹർജിയിൽ മറുവാദമുള്ളത്. ഹർജിക്കാരുടെ 4 ആവശ്യങ്ങൾ ഇങ്ങനെയാണ്: എല്ലാ വിവിപാറ്റുകളും പരിശോധിപ്പിച്ചുറപ്പിച്ചിരിക്കണം. അങ്ങനെ വോട്ടിംഗ് മെഷീനിലെ വോട്ടും പേപ്പർ റെസീറ്റിലെ വോട്ടും ഒന്നു തന്നെയാണെന്ന് ബോധ്യപ്പെടുത്താം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ഭേദഗതി ചെയ്യുകയും എല്ലാ വിവിപാറ്റുകളും ഒരേ സമയം പരിശോധിക്കുകയും ചെയ്യണം. നിലവിൽ വോട്ടർക്ക് റെസീറ്റ് മാത്രമേ കാണാനാകുള്ളൂ. വോട്ട് സ്ഥിരീകരിക്കാനും പേപ്പർ റെസീറ്റ് ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കാനും വോട്ടർമാരെ അനുവദിക്കണം. വിവിപാറ്റ് മിഷന്റെ ഗ്ലാസ് സുതാര്യമാക്കുകയും റെസീറ്റ് ബാലറ്റ് പെട്ടിയിൽ തിരുകാൻ വോട്ടർക്ക് മതിയായ സമയം നൽകുകയും വേണം എന്നൊക്കെയാണ് ഇപ്പോൾ ഹർജിക്കാർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ.